ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ അഗ്നിയെ സംബന്ധിച്ചാണ്. അത് തേജസ്വിനാമഹം, തേജസ്വികളിലെ തേജസ് അഗ്നി ഞാനാകുന്നു, അഗ്നിയിലെ തേജസ് ഞാനാണ്. അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയാണ് ചോദിച്ചത്. അഗ്നികൾ പലതായിട്ട് പറയുന്നുണ്ടല്ലോ ഉപനിഷത്തിലും മറ്റും. എന്താണ് ഈ അഗ്നികളുടെ വേർതിരിവുകൾ, എന്താണ് പറയാമോ എന്നുള്ളത്? വാസ്തവത്തിൽ അഗ്നി ഒന്നേ ഉള്ളൂ. പക്ഷേ ആ അഗ്നികളെ പല പ്രകാരത്തിൽ, പല നാമധേയത്തിൽ, പ്രധാനമായിട്ട് അഗ്നികളെ, 3 അഗ്നികളെക്കുറിച്ച് പ്രധാനമായിട്ട് പറയും. പ്രസിദ്ധമായിട്ടുള്ള എന്താണ്, ഗാർഹപത്യാഗ്നി, അതാണ് ആദ്യത്തേത്, ഗാർഹപത്യാഗ്നി. പിന്നെ അതുപോലെ പ്രസിദ്ധമായിട്ടുള്ളതാണ് ദക്ഷിണാഗ്നി. പിന്നെ ആഹവനീയാഗ്നി. ഇങ്ങനെ ഗാർഹപത്യാഗ്നിയും ദക്ഷിണാഗ്നിയും ആഹവനീയാഗ്നിയും, ഇങ്ങനെ 3 അഗ്നികളെക്കുറിച്ച് പറയും. എന്താണ് ഈ 3 അഗ്നികൾ? ഗാർഹപത്യാഗ്നി എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അഗ്നി തന്നെയാണ്. അതെന്താണ്? കെടാതെ സൂക്ഷിക്കേണ്ടുന്ന അഗ്നിയായിട്ട് പറയാറുള്ളതാണ് ഗാർഹപത്യാഗ്നി. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയും ഗൃഹത്തിലെ പ്രധാനപ്പെട്ട പാകം ചെയ്യുക എന്ന് പറയുന്ന അന്നം പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അഗ്നിയാണ്. അതിൻ്റെ ഗാർഹപത്യാഗ്നിയുടെ യജമാനത്തിയാണ്. അത് കൊളുത്തുന്നത് ഗൃഹകാരിണിയാണ്, വീട്ടിലെ നായികയാണ്. സ്ത്രീകളുടെ കരങ്ങളെ കൊണ്ട് ജ്വലിപ്പിക്കേണ്ടതാണ് ഈ അഗ്നി. എന്ന് പറഞ്ഞാൽ സ്ത്രീ ഏതു നേരവും എന്താണ് പറയുക, ഈ പുകക്കുഴൽ ഊതി ഇങ്ങനെ തീ കത്തിച്ച് അടുപ്പിൽ നരകം അനുഭവിക്കുന്നവൾ എന്ന വിധത്തിലൊക്കെ നമ്മളതിനെ നെഗറ്റീവായിട്ടൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. പഴയ കാലവും ഇപ്പോഴും അങ്ങനെ എന്താ പറയുക, പുകയുള്ള ഈ വിറകും ചിരട്ടയും അതും ഇതുമൊക്കെ കത്തിച്ച് ഗ്യാസൊന്നും ഇല്ലാത്ത ഇങ്ങനെ പാകം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കുറവാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചാണകവരളി, ഈ പശുവിൻ്റെ ചാണകം, അതിൽ കുറച്ച് വൈക്കോലും ഉമ്മിയൊക്കെ കൂട്ടിയിട്ട് അതിനെ പരത്തി, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. അത് വെയിൽ കൊണ്ടുണങ്ങിയാൽ അത് അടർത്തിയെടുത്ത്, അത് വിറകാണ്, അത് കത്തിക്കും. നല്ല ഇന്ധനമാണ്. എന്തായാലും ഇതൊക്കെ കത്തിക്കാൻ വേണ്ടുന്ന ഒരു അഗ്നി ആവശ്യമുണ്ട്. അപ്പോൾ ആ അഗ്നിയെ എപ്പോഴും ഒരു വിളക്കിൻ്റെ രൂപത്തിൽ അണയാതെ സൂക്ഷിക്കും. ഗാർഹപത്യാഗ്നി അണയരുത് എന്നാണ് എപ്പോഴും. എന്നാൽ അഗ്നി വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയും വേണം. മൊത്തം തീ പിടിച്ചു പോകാൻ അതും മതി. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ അണയാതെ അഗ്നിയെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ആ അഗ്നിയെയാണ് ഗാർഹപത്യാഗ്നി എന്ന് പറയുക. ദക്ഷിണാഗ്നി പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ മേടിക്കുന്ന ദക്ഷിണയല്ല, ദക്ഷിണ ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ്. ഈ ദക്ഷിണാഗ്നിയാണ് ജ്ഞാനപ്രധാനങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾക്കും അത്തരം കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നിയെയാണ് ദക്ഷിണാഗ്നി എന്ന് പറയുക. അപ്പോൾ അഗ്നിയുടെ താല്പര്യം ഈ പറഞ്ഞ പിതൃകർമ്മങ്ങളും തുടങ്ങിയിട്ടുള്ള ജ്ഞാനപ്രദങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദക്ഷിണ ദിക്കിലാണ് ഈ അഗ്നി ജ്വലിപ്പിക്കുക. ദക്ഷിണ
എന്താ പറയുക, ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പലരും ഉണ്ട് ദക്ഷിണ ദിക്കിനെ സൂചിപ്പിക്കുന്നവരായിട്ട്. യമന് ദക്ഷിണ ദിക്കാണ് പറയാറ്. അതുപോലെ തന്നെ യമൻ എന്ന് പറയുന്നത് മൃത്യുവിൻ്റെ അധിപനായിട്ടുള്ള യമൻ, അറിവിൻ്റെ, കഠോപനിഷത്തിൽ ബ്രഹ്മവിദ്യാചാര്യനാണ് യമൻ. അവിടെയാണ് നചികേതസ് പോകുന്നത്. അപ്പം ദക്ഷിണാഗ്നി, ദക്ഷിണാമൂർത്തി. അപ്പം ദക്ഷിണാഗ്നി അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. പിന്നെ നമ്മൾ ആഹവയാഗ്നി എന്ന് പറയുന്നത് ഈ ഗാർഹപത്യാഗ്നിയിൽ നിന്ന് ജ്വലിപ്പിച്ച് മറ്റൊരഗ്നിയെ സ്ഥാപിച്ച് അതിലേക്ക് ഈ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കർമാധ്യക്ഷനായിട്ടുള്ള അഗ്നിയാണ്. ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒരു ഉദ്യമം തുടങ്ങുന്നതിന് നമ്മൾ വിളക്ക് കൊളുത്തിയ കർമ്മം ചെയ്യുന്നതിൻ്റെ വിധിയാമണ്ണുള്ളത് ഈ ഗാർഹപത്യാഗ്നിയിൽ നിന്ന് എടുത്ത് അതിലേക്ക് കൊളുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. നമ്മളിപ്പോൾ തീപ്പെട്ടി കൊണ്ടോ ലൈറ്റർ കൊണ്ടോ എന്തൊക്കെ കത്തിക്കുന്നു. അതൊക്കെ പുതിയ കാലത്തിൻ്റെതാണ്. പഴയതിൽ അതിലൊക്കെ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ എന്താണ് എന്നാണെങ്കിൽ, ഒന്ന് ഗാർഹപത്യാഗ്നി നമ്മുടെ അന്നത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണത്, അന്നം. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു ദക്ഷിണാഗ്നി. ആഹവയാഗ്നിയോ കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അന്നവും ജ്ഞാനവും കർമ്മവും, ഇത് മൂന്നും, ഇതിൻ്റെ മൂന്നിൻ്റെയും അധ്യക്ഷന്മാരായിട്ടാണ് ഈ അഗ്നി പറയുന്നത്. എന്നാൽ ഈ മൂന്ന് അഗ്നികളും ഉപനിഷത്തിൽ വരുമ്പോൾ ഇവർ മൂന്ന് ഗംഭീര ഗുരുക്കന്മാരാണ്. ഇവർ മൂന്ന് പേരും തന്നെ. അത് പറയുന്ന ഒരു കഥ പറയുന്ന, ഈ തത്വം പറയുന്ന ഒരു ഉപനിഷത്ത് തന്നെയായിട്ട്. അത് ഈ നമ്മുടെ ഇതരയുടെ പുത്രനായിട്ടുള്ള ജാബാലൻ്റെ അടുത്ത് ജാബാലൻ്റെ അടുത്ത് ഉപകോസലൻ എന്ന് പറയുന്ന ബ്രഹ്മചാരി ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഈ ഉപകോസലൻ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കാലം, സത്യകാമൻ്റെ അടുത്ത് കുറേ കാലം താമസിക്കും. അങ്ങനെ സത്യകാമൻ മറ്റ് ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വന്നിട്ടുള്ള ബ്രഹ്മചാരികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാർഗത്തിൽ ചരിക്കാൻ തൽപരരായിട്ടുള്ളവർ. ആധുനിക ഭാഷയിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേറൊരു വിധത്തിലാണ് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ, അവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനേച്ഛുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ വിദ്യ അറിയാൻ, സത്യമറിയാൻ വേണ്ടി ഗുരുകുലത്തിലേക്ക് എത്തിച്ചേർന്നവർ. അതിലെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഉപകോസലൻ. അപ്പോൾ ഇദ്ദേഹം ഈ എല്ലാവർക്കും, ഈ സത്യകാമൻ ഇതൊക്കെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെയൊക്കെ ഓരോരുത്തരായിട്ട് ഗുരുകുലം വിട്ടുപോയി. പക്ഷേ ഈ ഉപകോസലനെ തീരെ ഗൗനിച്ചില്ല സത്യകാമൻ ഉപകോസലൻ എന്താണ് എന്നുള്ള എന്താണ് ഇയാൾ ചെയ്യുന്നത് നോക്കട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെ നിന്നു. പക്ഷേ ഈ ഉപകോസലൻ ഈ അഗ്നി പരിപാലനത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ഉപനിഷത്ത് പറയുന്ന അങ്ങനെയാണ്. ഇദ്ദേഹം ഈ ഗാർഹപത്യാഗ്നിയെയും ദക്ഷിണാഗ്നിയെയും ആഹവയാഗ്നിയെയും പരിപാലിച്ചു, വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ചു. അങ്ങനെ ഈ മൂന്ന് അഗ്നികളും ഈ ഉപകോസലനോട് വളരെ തങ്ങളെ പരിപാലിച്ചവനാണ്, ഇവനെ ഗുരു എന്താണ് അനുഗ്രഹിക്കാത്തത് എന്നുള്ള ഒരു വിഷമവും ഒക്കെ ഈ അഗ്നിക്ക് ഉണ്ടായി. പരസ്പരം ഈ അഗ്നികൾ സംസാരിക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് നോക്കൂ. ഇതാണ് നമ്മുടെ ഈ ധർമ്മശാസ്ത്രങ്ങളുടെ അതിൻ്റെയൊക്കെ അവതരണങ്ങളുണ്ടല്ലോ,
അത്ഭുതങ്ങളാണ്. ഇന്നത്തെ ഭാഷയിൽ ഇന്ന് നമുക്ക് ഈ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു നിൽക്കുമ്പോൾ ഈ AI ഒക്കെ ഉപയോഗിച്ച് ഈ അഗ്നികളൊക്കെ പരസ്പരം സംസാരിക്കുന്നത്, ഈ അഗ്നികളൊക്കെ ക്യാരക്ടറായിക്കൊണ്ട് ഇതൊക്കെ ഇന്ന് എന്ത് മനോഹരമായിട്ട് നമുക്ക് ഈ ആനിമേഷനിലൂടെയൊക്കെ ഇത് വികസിപ്പിച്ചെടുത്തുകൂടാ. എത്ര നല്ല നല്ല ആനിമേഷൻ മൂവികൾ നമുക്ക് ഉണ്ടാക്കാം. വലിയ ചിലവുള്ളതാണ്. ഈ അലവലാതിത്തരങ്ങൾ അതും കൂട്ടത്തിൽ കുറേ ഉണ്ട്. പക്ഷേ ഇതും കൂടിയൊക്കെ ഉണ്ടെങ്കിലോ ഒരന്തവും കൊന്തും ഇല്ലാത്ത കുറേ സിനിമകളും ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ അഗ്നികളെല്ലാവരും തന്നെ ഇതൊക്കെ അയ്യോ എന്തുകൊണ്ടാണ് സത്യകാമൻ ഉപകോസലിനെ പരിഗണിക്കാത്തത് എന്നുള്ള വിഷമമുണ്ടായി. ഒപ്പം ഈ സത്യകാമൻ്റെ ഭാര്യ, അവർക്ക് ഈ ഗുരുപത്നിയാണ്, അവർക്കും വളരെ വിഷമമുണ്ടായി. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇതൊന്നും ഉപദേശിച്ചു കൊടുക്കാത്തത്, വിദ്യ പകർന്നു കൊടുക്കാത്തത് എന്ന്. അങ്ങനെ അവർ സത്യകാമൻ്റെ ഭാര്യ സഹധർമ്മിണി ധർമ്മത്തിൽ ചരിക്കുന്നവളാണ്, എപ്പോഴും കൂടെ ഉണ്ടാവുന്നവളാണ്. അവർ പറഞ്ഞു, ഗത്യന്തരമില്ലാതെ അവർ പറഞ്ഞു, നോക്കൂ, ഈ ഉപകോസലൻ വളരെ ശ്രദ്ധയോടുകൂടി അഗ്നിയെ പരിപാലിക്കുന്നു. അവൻ വളരെ ശ്രദ്ധാലുവാണ്. അങ്ങ് എന്താണ് അവനെ ശ്രദ്ധിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങ് അവന് ഈ വിദ്യ ഉപദേശിക്കാത്തത് എന്നവർ ചോദിച്ചു. എന്നാൽ അവരുടെ ആ ചോദ്യത്തെ സത്യകാമൻ പൂർണ്ണമായിട്ട് അവഗണിച്ചു, ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല സത്യകാമൻ ഒരു ദൂരെ യാത്രയ്ക്ക് പുറപ്പെടുകയും ചെയ്തു. മൂപ്പരിവിടെ ഒറ്റയ്ക്കായി. അപ്പോൾ ആൾക്ക് കൂടുതൽ വിഷമായി. ഈ ഉപകോസലൻ വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗുരുപത്നി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്താ, നിനക്കെന്താ വിഷമം എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട്. ഗുരു എന്തുകൊണ്ടാണ് എനിക്ക് ഉപദേശം തരാത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അതിൽ ഞാനിതിന് അധികാരിയല്ലേ? ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്നിലെ അവിവേകം എന്താണ് എന്നതൊക്കെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഈ 3 അഗ്നികളും, ഗാർഹവത്യാഗ്നിയും ദക്ഷിണാഗ്നിയും ആഹവയാഗ്നിയും കൂടെ ഇവർ 3 പേരും തീരുമാനിച്ചു, അയ്യോ, നമ്മളെ പരിചരിച്ച, നമ്മളെ സംരക്ഷിച്ച ഇവന് നമുക്ക് വിദ്യ ഉപദേശിക്കണം. അങ്ങനെ അവർ ഇവനോട് സംസാരിക്കുന്നു, ഈ അഗ്നികൾ സംസാരിക്കുന്നു. അങ്ങനെ അഗ്നികൾ സംസാരിക്കുകയാണ്. 3 പേരും ഓരോരുത്തരും അവർക്ക് ഈ ഉപകോസലിന് ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുന്നുണ്ട്. പ്രാണൻ ബ്രഹ്മമാകുന്നു, ഈ സൂര്യൻ ബ്രഹ്മമാണ്, ആനന്ദം ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ 3 പേരും വിസ്തരിച്ച് വെവ്വേറെയും ഒരുമിച്ചും ഒക്കെ ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കിട്ടി, മൂപ്പർക്ക് സത്യം ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നി പറഞ്ഞു വന്നത്, ഈ അഗ്നിയും അതുകൊണ്ടാണ് അഗ്നിക്ക് ജാതവേദസൻ എന്നൊരു പേരുണ്ട്. എല്ലാം അറിയുന്നവനാണ്. എന്തൊക്കെ ജനിച്ചിട്ടുണ്ടോ, ജാതമായിട്ടുണ്ടോ, അതിനെയൊക്കെ അറിയുന്ന ആളാണ്. മൂപ്പരെ അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് അഗ്നിവിദ്യ. അപ്പോൾ അഗ്നിയെ, വിദ്യയുടെ ജ്ഞാനാഗ്നി എന്ന് പറയുന്നത് ദക്ഷിണാഗ്നിയാണ്. അപ്പം ജ്ഞാനാഗ്നി വേണം അർജുന നിൻ്റെ എല്ലാ സംശയങ്ങളെയും നശിപ്പിക്കാൻ എന്ന് പറയും. നമ്മൾ 4-ാം അധ്യായത്തിലും ഇത് കണ്ടിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ഉപകോസലിന് ഈ കഥ പറയുമ്പോൾ ഇത് ബോധ്യപ്പെടും. അങ്ങനെ ഗുരു തിരിച്ചു വന്ന്, സത്യകാമൻ തിരിച്ചു വന്ന് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ
വളരെ സന്തോഷവാനായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഗുരു ചോദിക്കും, നിൻ്റെ മുഖത്തെ പ്രസരിപ്പിനും ബ്രഹ്മവിദ്യ അഭ്യസിച്ചവൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താ, ആരാ നിനക്ക് ഉപദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കളവ് പറയുക? വേറൊരാൾ ഉപദേശിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് നല്ല രസമായിട്ട് പറയുന്നുണ്ട് ഈ ഉപകോസലൻ. എന്നാൽ ഇവരാണ് എനിക്ക് ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും മൂപ്പരൊരു ഗംഭീരമായിട്ടൊരു പറച്ചിൽ നടത്തി. ഈ അഗ്നിയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങല്ലാതെ ആരാണ് എനിക്ക് ഉപദേശിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് പറയുമ്പോൾ അതൊരു കളവുമല്ല, അത് സത്യവുമാണ്. അപ്പോൾ ഈ അഗ്നികളൊക്കെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ സത്യകാമന് കാര്യം മനസ്സിലായി. സത്യകാമൻ അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുത്തു, ഇന്നെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അഗ്നിയിൽ നിന്ന് അറിയാൻ സാധിച്ചു. അവൻ പറഞ്ഞു അത് ശരിയാണ് എന്ന് പറഞ്ഞ് തുടർ ഉപദേശം നടത്തുകയാണ്. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അഗ്നിയെക്കുറിച്ച് എല്ലാ ഉപനിഷത്ത്, ചാന്തോക്യത്തിൽ, ബൃഹദാരണ്യകത്തിൽ, ഇതിലെല്ലാം വരുന്നുണ്ട്. എല്ലാ വേദങ്ങളിലും വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിയാണ്. ഋഗ്വേദത്തിൻ്റെ ആരംഭം തന്നെ അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അഗ്നി തെളിയിക്കുക എന്നുള്ളതും അഗ്നിയെ, അപ്പോൾ നമുക്കത് ആ അഗ്നി തെളിയിക്കുമ്പോഴൊക്കെ ആ ഒരു ഇതുണ്ടായിരിക്കണം, ചിന്ത ഉണ്ടായിരിക്കണം. അഗ്നി അതിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ അഗ്നി സാധാരണ വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദീപം എന്ന് പറയുന്നത് എന്തിനാ? മറ്റുള്ളവരോട് പറയാം, ഇതാ അഗ്നി വരുന്നു, തൊഴാനുള്ളവർ തൊഴുതോളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണമെന്നാണ് ദീപത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മളല്ലെങ്കിലും എപ്പോഴും പറയും, ഇതേ ചൂടുണ്ട് എന്ന്. അതെ, ചൂട് ഇന്ന് എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ എവിടെയാ, ഈ അമേരിക്കയിൽ ഒരു സ്ത്രീ വലിയ കേസ് കൊടുത്തു. എന്താണ്, ഏതോ ഒരു വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ചൂടുള്ള കാപ്പി കൊടുത്തു. അപ്പോൾ അത് ചൂടുണ്ടെന്ന് പറഞ്ഞില്ല, നല്ല ഇത്ര ചൂടുണ്ടെന്ന് പറയാതെ കൊടുത്തതുകൊണ്ട് അവർക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ കേസിൽ വിധിയായി. അപ്പോൾ അതിനുശേഷം അവർ എല്ലാറ്റിനും ഈ പറയുന്ന പോലെ അവർ നിയമമാക്കി, അങ്ങനെ ചൂടിനെ കുറിച്ച് കൂടുതൽ ചൂടുള്ളത് അത് പറയണമെന്നുള്ളത് കസ്റ്റമറുടെ റൈറ്റാണ്, അല്ലെങ്കിൽ അത് ഇതാക്കണം. എന്തായാലും ഇവരെന്തിങ്ങനെ ചൂടുള്ള എന്ത് തരുമ്പോഴും ചൂടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ തരും. അപ്പോൾ നമ്മൾ ഈ ദീപം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അഗ്നിക്കുള്ള ഒരു റെസ്പെക്റ്റും കൂടിയാണ്. കേസിൽ വേറൊരു വിധത്തിലാണ് വിധിയായതെങ്കിലും. പറഞ്ഞു വന്നത്, ഈ അഗ്നി വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുമ്പം ചൊല്ലുന്ന മന്ത്രം തന്നെ പറയുമല്ലോ. എന്താണ്? ശുഭം കരോതി കല്യാണം, ആരോഗ്യം ധനസമ്പദ, ശത്രുബുദ്ധിവിനാശായ ദീപജ്യോതിർനമോസ്തുതേ. എല്ലാ ശുഭകരമായിട്ടുള്ളതും നടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ. ശുഭം കരോതി, കല്യാണം, മംഗളകരമായതൊക്കെ നടക്കട്ടെ. അതെന്തൊക്കെയാണ്? ആരോഗ്യം, ധനം ഒക്കെ വേണം. ശത്രുബുദ്ധി വിനാശായ, ശത്രുബുദ്ധി, എനിക്ക് ഒന്നിനോട് ഒരു ശത്രുത ഉണ്ടാവരുത്, അതിനെയും ജ്വലിപ്പിച്ച് കളയണം എന്ന് പറയാം, കരിച്ചു കളയണം. അപ്പം അഗ്നിയെ, എന്താണ് അഗ്നി എന്ന് ചോദിച്ചാൽ പല അഗ്നി എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പം 3 അഗ്നികളും ഈ 3 അന്നത്തെയും ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതേസമയം അവർ ഗുരുക്കന്മാരുമാണ്. അപ്പോൾ അഗ്നിയെ നമുക്ക് വേണമെങ്കിൽ ഗുരുവായിട്ടൊക്കെ സ്വീകരിക്കാം. ഇതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ താത്പര്യം. പിന്നെ ഈ പറഞ്ഞ മറ്റു ഉപനിഷത്തിലെ തീനാളങ്ങളെക്കുറിച്ച് പറയുമ്പം കാളി, കരാളി, മനോജവ, സ്ഫുലിംഗിനി, വിശ്വരുചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സപ്തജിഹ്വ 7 തീനാളങ്ങളെക്കുറിച്ച് പറയും. അനേകമുണ്ട് ഉപനിഷത്തുകളിൽ, നമുക്ക് അനേകം കാണാം. അഗ്നി ദേവനായിട്ട് ഒരു ക്യാരക്ടറായിട്ട് തന്നെ പലരുമായിട്ടുള്ള സംവാദങ്ങൾ കാണാം. അഗ്നിയോട് ചോദിക്കുന്നത്, അഗ്നി പറയുന്നത്. അഗ്നിയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അഗ്നി എല്ലായിടത്തും ഉണ്ട്. കർമാധ്യക്ഷനാണ്, സർവാധ്യക്ഷനാണ്, സാക്ഷിയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നി സാക്ഷിയായിട്ട് എല്ലാം ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ
അഗ്നി സാക്ഷിയായിട്ട് ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല ആളുകളും അങ്ങനെയാണ്. പലരും അതില്ലാതെ അവർക്ക് യാതൊരു പരിപാടിയില്ല. എന്ത് ചെയ്യുമ്പോഴും അഗ്നി തെളിയിക്കുക എന്നുള്ളത് അത് ആ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ മരിച്ചിട്ട് ആരെങ്കിലും മരിച്ചിരിക്കുമ്പോൾ വിളക്ക് കൊളുത്താമോ, അങ്ങനെ ഇതാക്കാമോ, ഇങ്ങനെയാക്കാമോ, ഇങ്ങനത്തെ കുറേ പൊട്ട ചിന്തകളുണ്ട്. അപ്പോൾ ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതെപ്പോഴും അതിന് യാതൊരു മുടക്കവും വരേണ്ടതില്ല. അത് നിങ്ങളുടെ എല്ലാ ശുദ്ധിയും വരുത്തുന്നതാണ്. അതുകൊണ്ട് അഗ്നി തെളിയിക്കാൻ എപ്പോഴും നിങ്ങൾ ആർത്തവായിരിക്കുമ്പോഴോ അല്ലാതിരിക്കുമ്പോഴോ എപ്പോഴും അതറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല. എന്നിരിക്കെ അതിനെ അശുദ്ധമാക്കാനും സാധ്യമല്ല. അതെല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നതാണ്. നിങ്ങൾ ആർത്തവത്തിലിരിക്കുകയാണോ അല്ലാതെ ഇരിക്കുകയാണോ, മരിച്ചവരുണ്ടോ നിങ്ങളുടെ ആരെങ്കിലും, അങ്ങനെയൊന്നുമില്ല. അതെല്ലാം നമ്മുടെ അജ്ഞാനവുമാണ്. അതുകൊണ്ട് ഈ 3 അഗ്നികൾ ഇന്നതാണ് എന്നും മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഭഗവാൻ ഇവിടെ പറഞ്ഞ് 25-ാമത്തെ ശ്ലോകത്തിൽ നാഹം പ്രകാശ സർവസ്യ 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യയം. ഇതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് യോഗമായ സമാവൃത? യോഗമായ കൊണ്ട് മറയപ്പെട്ടിരിക്കുന്ന ഞാൻ. എന്താണ് ഈ യോഗമായ? നാമരൂപാദികൾ. ആ നാമരൂപാദികളിൽ ഭഗവാൻ മറഞ്ഞിരിക്കുന്നു. ഭഗവാനിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ്, മറയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് ജഗത്ത് എന്ന് പറയും. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഈ ജഗത്തിനെയാണ് നമ്മൾ കാണുന്നത്, ബ്രഹ്മത്തെ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അല്ലാതെ ബ്രഹ്മം എന്ന് പറഞ്ഞ് വേറൊരു സാധനവും ജഗത്ത് എന്ന് പറഞ്ഞ് വേറൊരു സാധനവുമല്ല. അപ്പോൾ ഈ ഭഗവാൻ ഇവിടെ പറഞ്ഞു വരുന്നത് സൃഷ്ടിയിൽ നിന്ന് അന്യമായി ഒരു സ്രഷ്ടാവ്, അതായത് ഇതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ, അല്ലാതെ ഇവിടുന്ന് വേറെ ഒരിടത്തല്ല, വേറെ എവിടെയോ പോയി ഞാൻ ഒളിഞ്ഞിരിക്കുന്നു എന്നല്ല, സൃഷ്ടിയിൽ നിന്ന് അന്യനായിട്ടല്ല. ഈ സൃഷ്ടിയിലുണ്ട്, പക്ഷേ നമ്മളതിനെ കാണുന്നില്ല. എങ്ങനെ കാണുന്നില്ല? ജ്ഞാനചക്ഷുസ് കൊണ്ട് കാണുന്നില്ല. ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് എന്താണ്? ഈ നാമരൂപാദികളെയാണ്. മറ്റതിന് എന്തു വേണം? ജ്ഞാനചക്ഷുസ് വേണം. അത് ഞാൻ നിനക്ക് പ്രദാനം ചെയ്യാം. ദിവ്യം ദദാമി തേ ചക്ഷുഹു ഭഗവാൻ പറയുന്നുണ്ട്, പറയാൻ പോകുന്നുണ്ട്. അതാണ് സഞ്ജയൻ എന്ന് പറയുന്നത്. അപ്പം നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. അതുകൊണ്ട് അഹം സർവസ്യ ന പ്രകാശ. ഞാൻ എല്ലാവർക്കും വേദ്യനല്ല, എല്ലാവർക്കും ഞാൻ കാണുന്നവനല്ല. എന്തുകൊണ്ടാണ്? ഞാൻ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിൽ പോയി അവിടെ ഇവിടെയും പോയി ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണോ? അതല്ല. ഇതിനെ അങ്ങോട്ട് പിടികിട്ടണമെങ്കിൽ ഈ പറഞ്ഞ നാമരൂപാദികളെ, ഈ മൂടുപടത്തെ അഴിച്ചെടുക്കണം. അതാണ് എല്ലാറ്റിലും പറയുന്നത്. ഇപ്പോൾ ഈശാവാസ്യത്തിൽ ആ മന്ത്രം എന്താ പറയണത്? ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഇപ്പോൾ സൂര്യനെ ഉപാസിക്കുന്ന സൂര്യോപാസകനാ. സൂര്യനോട് പറയുക എന്താണ്? ഹേ പൂഷന്, അല്ലയോ പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നവനെ. ഗുരുവാണ് മൂപ്പര്. ഹിരൺമയേന പാത്രേണ, സ്വർണ്ണനിർമ്മിതമാർന്ന മൂടി കൊണ്ട്, പാത്രം കൊണ്ട്, സത്യസ്യ മുഖം അപിഹിതം, ഈ ഭഗവാന്റെ മുഖം മറച്ചിരിക്കുന്നു. അപ്പം അവിടുത്തെ യോഗമായയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്വർണ്ണനിർമ്മിതമാർന്ന മൂടിയാണ്. അപ്പോൾ സത്യധർമായ, സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള ആ ഉപാസകനായ സാധകനായ എനിക്കായിക്കൊണ്ട് അപാവൃണു, മാറ്റിയാലും. അങ്ങനെ മാറ്റാൻ പറഞ്ഞിട്ടാണ് ഉപനിഷത്തിൽ ശിഷ്യൻ അത് കാണുന്നത്. പൂഷന്നേ കർഷയമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി.
ഞാനത് കാണട്ടെ. അങ്ങ് ആ എന്താ തേജസ്സാർന്ന ഈ രശ്മികളെയൊക്കെ ഉപസംഹരിക്കൂ. എന്നിട്ടോ യത് കല്യാണതമം രൂപം, ഏതൊന്നാണോ മംഗളകരമായിട്ടുള്ള അങ്ങയുടെ ശരിയായിട്ടുള്ള രൂപം, അത് കാണട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ്? അത് കാണലല്ല, അനുഭവിക്കലാണ്. യോസാവസൗ സോഹമസ്മി, യഹ അസൗ പുരുഷ, യാതൊരു പുരുഷനാണോ സൂര്യനിലുള്ളത്, അഹമസ്മി, ഞാനതാകുന്നു എന്നത് പിന്നെ സൂര്യനെ ഉപാസിക്കുന്നതിലൂടെ ഈ സൂര്യോപാസകനായ സത്യധർമ്മൻ സൂര്യനായിത്തീരുന്നു. ഞാനും സൂര്യനും രണ്ടല്ല. അതാണ് യദാദിത്യഗതം തേജഃ, ആദിത്യനിലുള്ള തേജസ് എന്താണോ അത് തന്നെയാണ് നമ്മളിലെ തേജസ്സും. അപ്പം നമ്മുടെ ഉള്ളിലൊരു സൂര്യനുണ്ട്, പ്രതിനിധിയായിട്ടുണ്ട്. അതാണ് ചൂട്. അപ്പം ഇത് അജ്ഞാനികൾക്ക് ഞാൻ വേദ്യനല്ല, ജ്ഞാനികൾക്കോ അവരെന്നെ അനുഭവിക്കുന്നു. സർവസ്യ ന പ്രകാശ, എന്നെ അനുഭവിക്കാൻ സാധ്യമല്ല. ലോകം, ഈ ജനം, അജം അവ്യയം മാം ന അഭിജാനാതി, ജനിക്കാത്ത, ഒരിക്കലും ജനിക്കാത്ത, നാശരഹിതനായിട്ടുള്ള എന്നെ അറിയുന്നില്ല. അപ്പം നാം തന്നെ ഞാൻ എന്ന് പറയുന്ന ബോധം, എന്താണ് ഈ ബോധം? ഈ ബോധം നമുക്കെന്തുണ്ട്? നമ്മൾ ഈ ബോധം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ശരീരത്തെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. കാരണം സ്ഥൂലമായിട്ടുള്ള ഈ ശരീരം, മജ്ജയും മാംസവും രക്തവും കൊഴുപ്പും എല്ലും മലവും മൂത്രവും എല്ലാം കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഇത്, ഉണ്ടായി വളർന്ന് പെരുകി ക്ഷയിച്ച് നശിച്ച് ഇല്ലാതെയാകുന്ന ഇത്, മനസ്സ് ശരീരവുമായി ബന്ധപ്പെട്ടതാണോ? വാസ്തവത്തിൽ ശരീരവുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. അങ്ങനെ ബന്ധമുള്ളതാണെങ്കിൽ ഇതിനെ നേരെയാക്കി എടുക്കായിരുന്നു. നമ്മുടെ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്നതിനൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 40ഓളം തലങ്ങൾ സമാധി വരെ കണ്ടിട്ടുള്ളതാണ്, ചിത്തം മുതൽ. ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള, ആദ്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് 3 ശരീരങ്ങളുണ്ട്. സ്ഥൂല ശരീരം, പിന്നെ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, പിന്നെ ഒരു കാരണ ശരീരവുമുണ്ട്. ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് നമ്മൾ പലതും അനുഭവിക്കുന്നുണ്ട്. സ്വപ്നമൊക്കെ അനുഭവിക്കുന്നത് അവിടെയാണ്. സ്വപ്നാനുഭവങ്ങളൊക്കെ നല്ല അനുഭവമാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം സ്വപ്നം തന്നെയാണ്. കാരണത്തിലോ സ്വപ്നമൊന്നുമില്ല, അവ്യക്താവസ്ഥയാണ്. അങ്ങനെ എനിക്ക് 3 ശരീരങ്ങളുണ്ടെന്നറിയുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സ്വപ്നം ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇനി പ്രാണൻ, ഇനി നമുക്ക് 5 ലെയറുകളുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും വേദാന്ത ശാസ്ത്രം നമുക്ക് നമ്മുടെ ശരീരത്തിന് 5 ലെയറുകളെ കുറിച്ച് പറയും. എന്തൊക്കെയാണ്? അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇങ്ങനെ 5 കോശങ്ങളായിട്ടാണത് പറയുന്നത്. 5 ലെയറുകളാണത്. സട്ടിലാണത്. അന്നമയം സട്ടിലല്ല, ഗ്രോസാണ്. അതാണ് സട്ടിൽ ബോഡി, ഗ്രോസ് ബോഡി, കോഴ്സൽ ബോഡി. അപ്പോൾ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയം. ഓരോന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിലാണ്. വിജ്ഞാനങ്ങളെയൊക്കെ ആ അറിവ് ശേഖരണത്തിലും അറിവിൻ്റെ ആ അനുഭവത്തിലും ഒക്കെ നിൽക്കുന്ന സമയത്ത്, മനോമയത്തിൽ അന്നമയമായിട്ട് നിൽക്കുന്ന അവസ്ഥ,
പ്രാണമയം, ആനന്ദമയം. ഇരിക്കട്ടെ, പ്രാണൻ നമ്മൾ എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു. ബോധപൂർവമാണോ? പ്രാണാഭ്യാസം ചെയ്യുമ്പോൾ ബോധപൂർവമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ബോധപൂർവം അല്ലാതെ നടക്കുന്നില്ലേ? ഉറങ്ങുമ്പോഴൊക്കെ നടക്കുന്നില്ലേ? ഉണ്ട്. അപ്പം അത് ഉള്ളിലേക്ക് വരുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും, അത് എടുക്കാനും പുറത്തേക്ക് വിടാനും ഒരു മെക്കാനിസമുണ്ട്. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളിവിടെ യുക്തിവാദിയാണോ, നിരീശ്വരവാദിയാണോ, ഭക്തനാണോ, ഇന്ന ജാതിക്കാരനാണോ, മതക്കാരനാണോ എന്നൊന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല ആർക്കും. സകലതിനും ഈ സ്പന്ദനമുണ്ട്. അപ്പൊ പ്രാണസ്പന്ദനം എന്നാ പറഞ്ഞ. അപ്പൊ ശരീരത്തിൽ നിന്ന് പിറകിലേക്ക് വരുമ്പോൾ ഈ ബോധം എന്താന്ന് ചോദിച്ചുകൊണ്ട് പറയാം. പിറകിലേക്ക് വരുമ്പോൾ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ബാഹ്യമായ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ്, കോർഡിനേറ്ററായി നിൽക്കുന്ന ആൾ, ബുദ്ധി, പ്രാണൻ. പ്രാണൻ്റെ സ്പന്ദനം, അതിനെയാണ് വേദാന്ത ശാസ്ത്രത്തിലും അധ്യാത്മശാസ്ത്രത്തിലൊക്കെ ശക്തിസ്പന്ദനം എന്ന് പറയാം. കർമ്മത്തിൻ്റെ ആരംഭം. ഈ സ്പന്ദനത്തിൻ്റെ പുറകിൽ എവിടെയാണ് ഈ പ്രാണൻ സ്പന്ദിക്കുന്നത്? ഏതിനെ ആശ്രയിച്ചാണ് പ്രാണൻ സ്പന്ദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബോധത്തിലാണ്. ആ ബോധം ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? അതിലാണോ ശരീരം? അതോ ശരീരത്തിലാണോ അത്? അതിലാണ് ഈ വിശ്വം എല്ലാം തന്നെ, ബോധത്തിലാണ്. ആ ബോധം ഏകമാണ്, പല ബോധങ്ങളില്ല. ബോധത്തിന് ദേശവും കാലവും കൊണ്ടുള്ള പരിമിതിയില്ല. ഏത് ബോധത്തിലാണോ ബുദ്ധന് ബോധോദയം ഉണ്ടായത്, അതേ ബോധത്തെയാണ് നിങ്ങൾ ഈ 2025 ഫെബ്രുവരിയിൽ നിങ്ങൾ എന്നാണോ സാക്ഷാത്കരിക്കുന്നത് അന്ന്. ആ കാലത്തെ ബോധം, ഇക്കാലത്തെ ബോധം, അതിന് ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തതാണ്. അനസ്തേഷ്യ കൊണ്ട് കെട്ടുപോണത് അതല്ല. ബോധം കെടുത്തുക എന്ന് പറയുന്നത് അതിനെയല്ല. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥകളിലെ അതിൻ്റെ നമ്മുടെ സംവേദനക്ഷമതയെ കൃത്രിമമായി നിർവീര്യമാക്കുന്ന പ്രക്രിയയാണത്. അത് ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോധം നഷ്ടപ്പെടും. കാരണം എന്താ, പെയിൻ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ചെയ്യുന്നൊരു പണിയാണ്. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. ആ ഒരു സംവിധാനമുണ്ട്, നമ്മുടെ മെക്കാനിസത്തിലുണ്ട്. അതിനെയല്ല വേദാന്ത ശാസ്ത്രം പറയുന്ന ബോധം. ഇതിൻ്റെ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നതാണ് ബോധം. അതിലാണ് ഈ പ്രാണൻ മുതലായ ശക്തിസ്പന്ദനം, മനസ്സ് തുടങ്ങിയിട്ടുള്ള അന്ധക്കരണ വൃത്തികളെല്ലാം തന്നെ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്.
അതിലാണോ ശരീരം എന്ന് ചോദിച്ചാൽ, ശരീരത്തിലാണോ അത് എന്ന് ചോദിച്ചാൽ അങ്ങല്ല, അതിലാണ് ശരീരം. ശരീരം മാത്രമല്ല, എല്ലാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഇതും നമ്മൾ കണ്ടതാ. ഞാൻ ഭൂതവുമാണ്, ഭാവിയുമാണ്, വർത്തമാനവുമാണ്. അത് ഞാൻ അറിയുന്നു. പക്ഷേ മറ്റൊരാൾ, എന്നെ ഒരുത്തനും അറിയുന്നില്ല. ഇതുവരെ നമ്മൾ കഴിഞ്ഞതിൽ ചർച്ച ചെയ്തു വെച്ചത്. തുടർന്ന് ഭഗവാൻ പറയാണ്, ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഹേ ഭാരത, പരന്തപ രണ്ട് വിളികളാണ്. ഭരതവംശകുലശ്രേഷ്ഠനായിട്ടുള്ളവനെ, പരം തപ മറ്റുള്ളതിനെയൊക്കെ തപിപ്പിക്കാൻ പോകുന്നവനെ, ശത്രു എന്ന് പറഞ്ഞാൽ അയഥാർത്ഥ്യമായതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ് നമ്മൾ ഓരോരുത്തരും. ഏത് ശത്രുവിനെ? നമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള എല്ലാ ശത്രുവിനെയും തപിപ്പിക്കാനുള്ള ശക്തി, ശേഷിയും ശേമുഷിയും നമുക്കുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അതിൻ്റെ സാധ്യത നമുക്കുണ്ട്. ആ സാധ്യതയെ ഉണർത്താൻ വേണ്ടി പറയുക, അല്ലയോ പരന്തപ. സർഗേ, സർഗേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ, സർഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശരീരത്തോടു കൂടി ഇരിക്കുമ്പം ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്വമോഹേന നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതുപോലെ തന്നെ അതിന് കാരണമായി തീരുന്ന ദ്വന്ദ്വങ്ങൾ, വിപരീതങ്ങൾ, ലാഭം, നഷ്ടം, സുഖം, സന്തോഷം, മാനം, അവമാനം ഇത്യാദികളൊക്കെ. കുഞ്ഞുണ്ണി മാഷ് പറയും, എന്ത് ഈ മാനം നോക്കി നടന്നാൽ, മാനം നോക്കി നടക്കുമ്പോൾ അതേപോലെ മാനം നോക്കണം എന്നാണ്. രണ്ട് മാനമുണ്ട്. ഒന്ന് മുകളിലുള്ളത്, ഒന്ന് നമ്മളെ സംബന്ധിച്ച് മാനക്കേട് എന്ന് പറയുന്നത്. മാഷ് വളരെ മനോഹരമായിട്ട് അത് പറയും. അപ്പോൾ ഈ മാനാപമാനങ്ങൾ, ദ്വന്ദ്വങ്ങൾ, വിപരീതങ്ങൾ, ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്വമോഹേന, ഇതിൽ സർവഭൂതാനി എല്ലാ ജീവികളും സമ്മോഹം യാന്തി, സമ്മോഹത്തെ, മൂഢതയെ പ്രാപിക്കുന്നു. ഇതിനെയാണ് ജയിക്കേണ്ടത്. ഇതാണ് മൂഢത. ഏത്? ഈ ദ്വന്ദ്വങ്ങൾ, വിപരീതങ്ങൾക്ക് അനുസരിച്ച് വിപരീതങ്ങൾക്ക് വിധേയമാവുക എന്നത്. അങ്ങനെ വിപരീതങ്ങൾക്ക് വിധേയമാകുന്നു പ്രാണിവർഗങ്ങൾ. അങ്ങനെ ആവട്ടെ. അതുകൊണ്ട് ഭഗവാൻ പറയാ, യേഷാം ത്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്താഃ ഭജന്തേ മാം ദൃഢവ്രതാഃ. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം, പുണ്യകർമ്മണാം പുണ്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട്, യേഷാം ജനാനാം ഏത് ജനങ്ങളുടെ പാപം, എല്ലാ തെറ്റിദ്ധാരണകളും അന്തഗതം ഒടുങ്ങിയിരിക്കുന്നുവോ, അതിനെയൊക്കെ ഒടുക്കാനുള്ളതാണ്. പാപം ചെയ്ത് മടുത്താൽ വരാൻ പറയുക ഭഗവാൻ. മതിയായില്ലേ? ഇല്ല എന്ന് പറയുക.
ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പാപം ചെയ്ത് മടുക്കാത്തവർ 100-ൽ വിളിക്കാൻ. 100 നമ്പറാന്ന് അറിയാമല്ലോ, അവർ ശരിയാക്കി തരുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പുണ്യകർമ്മണാം യേഷാം ജനാനാം പാപം അന്തഗതം, അങ്ങനെ പാപത്തെ മുഴുവൻ ഒടുക്കിയിട്ടുള്ള തേ തു അവരാകട്ടെ ദ്വന്ദ്വമോഹ നിർമുക്താഹ ദൃഢവ്രതാഹ മാം ഭജന്തേ, അവർ ഈ ദ്വന്ദ്വമോഹങ്ങളിൽ നിന്ന്, സുഖം ദുഃഖം ലാഭം നഷ്ടം മാനം അവമാനം ഇത്യാദി വിപരീതങ്ങളിൽ നിന്ന് അതിനെയൊക്കെ വിട്ട് ദൃഢവ്രതാഹ നിശ്ചയദാർഢ്യമുള്ളവരായി മാം ഭജന്തേ എന്നെ ഭജിക്കുന്നു. ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. ജരാമരണമോക്ഷായ മമാശ്രിത്യ യദന്തിയേ തേ ബ്രഹ്മ തദ്വിദുകൃത്സ്നം അധ്യാത്മം കർമ്മ ചാഖിലം സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ച യേ വിദുഃ പ്രയാണകാലേ ച പിമാം തേ വിദുർയുക്തചേതസഃ. അടുത്ത 8-ാം അധ്യായത്തിലേക്കുള്ള ഒരു മുഖവുര ഇട്ടുകൊണ്ട് ഭഗവാൻ ഈ അധ്യായത്തെ ഉപസംഹരിക്കുകയാണ്. എന്താ പറയണത്? ജരാമരണമോക്ഷായ, ജര നര ഈ വൃദ്ധിക്ഷയങ്ങളും ഈ പുനരഭി ജനനം പുനരഭി മരണം തുടങ്ങിയിട്ടുള്ള ഈ വേവലാദികളിൽ നിന്നൊക്കെ ആരാണോ മാം ആശ്രിത്യ എന്നെ ആശ്രയിച്ച് യദന്തി യത്നിക്കുന്നത് തേ തദ് ബ്രഹ്മ കൃഷ്ണം അധ്യാത്മം അഖിലം കർമ്മച വിദുഹു, അവർ ആ ബ്രഹ്മത്തെ തദ് ബ്രഹ്മ തത്പദ നിരൂപണമാണല്ലോ ഇവിടെ, ആ ബ്രഹ്മത്തെ കൃഷ്ണം അധ്യാത്മം പൂർണ്ണമായ അധ്യാത്മത്തെയും അഖിലം കർമ്മ കർമ്മത്തെയും അറിയുന്നു. അപ്പോൾ അധ്യാത്മം കർമ്മം ബ്രഹ്മ ഇത്യാദി പദങ്ങളൊക്കെ ഭഗവാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. തുടർന്ന് പറയുന്നു സാധിഭൂതാദി ദൈവം മാം സാധി യജ്ഞം ച യേ വിദുഃ പ്രയാണകാലേ ച മാം തേ വിദുഃ യുക്തചേതസഃ. പുതിയ ശബ്ദങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണോ സാധിഭൂതാദി ദൈവം, അതിഭൂതം അതിദൈവം ഇങ്ങനെയൊക്കെ ഉള്ള അതിയജ്ഞസഹിതനായിട്ടുള്ള മാം എന്നെ വിദുഹു അറിയുന്നത്. യുക്തചേതസഃ നേരത്തെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള സമാഹിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള അതിനോട് ചേർന്നിട്ടുള്ള അവർ പ്രയാണകാലേ അപി മാം വിദുഹു, അവർ അവരുടെ അവസാന കാലത്തും എന്നെ അറിയുന്നു. ഇങ്ങനെ ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ സപ്തമോധ്യായ ജ്ഞാനവിജ്ഞാനയോഗ. ഇങ്ങനെ ജ്ഞാനവിജ്ഞാനയോഗം എന്ന 7-ാം അധ്യായം അവസാനിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അതിഭൂതം, ബ്രഹ്മം, കർമ്മം, അധ്യാത്മം, അതിദൈവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ സാധനം? സ്വാഭാവികമായിട്ടും അർജുനന് ഈ ചോദ്യമുണ്ടാകും. തീർച്ചയായും അർജുനൻ ഇതിനെ ചോദിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. എന്തായാലും ഭഗവാൻ വായിച്ചു നോക്കുന്നത് കണ്ടപ്പം പിന്നെ അർജുനൻ ഇപ്പോൾ വേണ്ട, നാളെ ആവാം എന്ന് കരുതി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.